ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ എന്തൊരു ബ്ലൈൻഡ് ബാഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ആവശ്യം പോലെ ചെയ്യുന്നതാണ് കേട്ടോ. അന്നേരം നിങ്ങളിത് കണ്ടോളൂ. ഇതാ ഒരു സൈഡ് മടക്കിയാൽ മതി. രണ്ട് സൈഡ് ഞാൻ മടക്കിയെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു സൈഡ് ആയാലും മതി. എന്നിട്ട് പശ വെച്ച് ഒട്ടിക്കുക. പിന്നെ നിങ്ങൾ ഈ തന്നേക്കുന്ന രീതിയിൽ ചെയ്യുക. ഞാനിതിൽ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പിക്കാമെന്നോ അതൊന്നും ഞാൻ പറയില്ല, കാരണം ഇത് നമ്മൾ അഥവാ ഗീവ് അവയ്ക്കുള്ള 100 സബ്സ്ക്രൈബേഴ്സ് ആയുള്ളവരൊക്കെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അയാൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റിൽ ഒന്നാണ് ഈ ഒരു ബ്ലൈൻഡ് ബാഗ്. സോ അതേതായാലും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഗസ് ചെയ്തോ. പിന്നെ ഇതിൽ ഞാൻ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കളർ ചെയ്യാനായിട്ടൊരു ചെറിയ ഫ്രെയിം ഉണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ക്ലേ വെച്ചിട്ട് 2 ഐസ്ക്രീംസ് ഉണ്ടാക്കി, പക്ഷെ അത് കറക്റ്റ് ആവാനുണ്ട്, ഞാൻ അത് വെച്ചിട്ടില്ല. പിന്നെ ഒരു സ്ക്വിഷ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണോ അത് നിങ്ങൾക്ക് വെക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത്. നമ്മുടെ ചാനലിൽ റീച്ച് അങ്ങോട്ട് കൊഴുന്നില്ല. നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഷെയർ ചെയ്ത് തരും. കിട്ടുന്ന അത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ നിങ്ങൾക്ക് ക്ലേ കിട്ടുമല്ലോ. നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും കിട്ടുമല്ലോ. സോ എല്ലാവരും ഷെയർ ചെയ്തോ. പിന്നെ നമ്മുടെ റിസൾട്ട് എന്നാ പറയുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ ആയിരിക്കും റിസൾട്ട് പറയുന്നത്. എന്തായാലും February 20 വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ മാത്രമേ നമ്മൾ ഗീവ് അവേയിലോട്ട് കയറ്റത്തുള്ളൂ. അന്ന് വരെയാണല്ലോ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അന്നേക്കുള്ളി 100 സബ്സ്ക്രൈബേഴ്സ് ആക്കുവാണെങ്കിലും പിന്നെ അല്ലാതൊരു ഗീവ് അവേ ഉണ്ട്. ആ ഒരു ഗീവ് അവേയുടെ വിന്നറിനെ, ആ ഒരു ഗീവ് അവേ എന്ന് പറയുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗീവ് അവേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഗീവ് അവേയിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ February 20 വരെ ടൈമുള്ളൂ. അത് കഴിഞ്ഞ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. February 20ക്കുള്ള 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി അതിനുള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീവ് അവേയിലോട്ട് എൻ്റർ ചെയ്യാം. ഏത് ഗീവ് അവേ ആയാലും ഓക്കെ. ഏതൊക്കെ ഗീവ് അവേ ഉണ്ട്? 50 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഗീവ് അവേ, അന്നേരം നമ്മൾ ഒരു സാധാ ഒരു ഗീവ് അവേ. 100 സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ ക്ലേ കൊടുത്തിട്ടുള്ള ഒരു ഗീവ് അവേ അല്ലേ. ഞാനിപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ വരുത്തിയിട്ടില്ല, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വേണമെങ്കിൽ ക്യാൻസലും ചെയ്യാം. അത് വേണ്ടി വരില്ല. നിങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കുമല്ലേ. ഇത് ഭീഷണിപ്പെടുത്തുമൊന്നും അല്ല, ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ താങ്ക് യു പറയുന്നു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് ഷെയർ ചെയ്തു, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തു. അതിൽ ഞാൻ 2 പേരുടെ പേര് പറയാണ്. എന്നെ കൂടുതൽ കമൻറ്റൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു മുമ്പിൽ കണ്ടെത്തിയ 2 പേരുടെ പേര് ഞാൻ പറയുവാണ്. റബീയും പിന്നെ ഫാൻസ് ഓഫ് ആൾ എന്ന് പറഞ്ഞ ഈ 2 അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളും കാണുന്നുണ്ടായിരിക്കും, പക്ഷെ കമൻറ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നതിന് ഇപ്പം എന്താ പാട്? പിന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ ചെയ്തോളൂ. ഓരോരുത്തരെ വെച്ച് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫുള്ളാവും. സോ ബൈ ബൈ.